മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. ശരി, അപ്പോഴും നമ്മൾ അന്ന് എത്ര കേസ് നോക്കിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കേസാ രണ്ട് കേസാ നോക്കിയത്? ലഗ്ന ഭാവമല്ലേ പഠിച്ചത്? ഹലോ, രണ്ട് കേസ് നോക്കി. മൂന്നാമതൊരു ഹോംവർക്ക് ഇട്ടിരുന്നു സാർ. ഹോംവർക്ക് ഇട്ടത് ഡേറ്റ് ഓഫ് ബർത്ത് അത്? ഡേറ്റ് ഓഫ് ബർത്ത് 1/11/1980. 2:30 AM. 1/11/1980. 2:30 AM ആയില്യം. അത് നോക്കിയോ? അത് നോക്കി. അതൊരു ചെറിയ കേസാണ്. അത് നിങ്ങൾ ചെയ്യുമെങ്കിൽ വലിയ ഉപകാരം. എങ്കിലും ഒരു വലിയൊരു കേസ് നോക്കാം. കുറച്ചുകൂടെ തിയറിയൊക്കെ വരുന്ന കുറെ വിശദീകരിച്ച ഒരു കേസ് നോക്കാൻ. അതൊന്ന് അതിൽ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നോക്കണമെങ്കിൽ നോക്കിത്തരാം. അത് നിങ്ങൾക്ക് എന്ത് കിട്ടി? എന്താണ് കിട്ടിയത് അതിനകത്ത്? 1/11/80 2:30 AM. എന്ത് കിട്ടി? ലഗ്നം നവാംശാധിപൻ ബുധൻ നീചത്തിലാണ്, ബലം കുറഞ്ഞു. ബുധൻ അല്ല, ബുധൻ സൂര്യൻ ലഗ്നാധിപൻ നീചത്തില്. സൂര്യൻ ലഗ്നാധിപൻ നീചത്തില്. പിന്നെ നവാംശാധിപൻ ബുധൻ സൂര്യന്റെ കൂടെ ഉണ്ട്. നീചത്തിൽ നിൽക്കുന്ന സൂര്യന്റെ കൂടെ തുലാം രാശിയിൽ. ലഗ്ന നവാംശകാധിപൻ ബുധൻ സൂര്യന്റെ കൂടെ. മൗഢ്യമുണ്ടോ എന്ന് നോക്കണം. മൗഢ്യമുണ്ട്. ലഗ്ന നവാംശകാധിപൻ 3-ലാണ് നിൽക്കുന്നത്. അതിന് മൗഢ്യം ഉണ്ട്. പിന്നെ ചന്ദ്രനും ചൊവ്വയും സ്വക്ഷേത്രത്തിലാണ്. അത് ബലമുള്ള ഗ്രഹങ്ങൾ. ബലം ഉണ്ടെങ്കിലും ചൊവ്വയ്ക്ക് ശനിയുടെ ദൃഷ്ടി കൊണ്ട്. ചന്ദ്രൻ 12-ല് രാഹുവിന്റെ കൂടെയാണ്. അതെ, രാഹുവിന്റെ കൂടെ മാത്രമല്ല, ചന്ദ്രന്റെ നവാംശകം നോക്കണം എവിടെ നിൽക്കണമെന്ന്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് പറയുന്നതാണ്. ഞാൻ രണ്ടാമത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു. 9-ാം നവാംശകമാണ്. 9-ാം നവാംശകമാകുമ്പോൾ ആയില്യം നക്ഷത്രത്തിന്റെ ഗണ്ണാന്ത സമയം. ആയില്യം തീരാറായി. ആയില്യത്തിന്റെ 4-ാം പാദത്തിലാണ് നിൽക്കുന്നത്. ഗണ്ണാന്ത സമയം. അതൊരു കടുത്ത ദോഷമാണ്. ഗണ്ണാന്ത സമയം എന്ന് പറയുമ്പോൾ ഒരു കടുത്ത ദോഷത്തിലാണ് വരുന്നത്. അപ്പോൾ 12-ല് നിൽക്കുന്നു രാഹുവിന്റെ കൂടെ. സ്വക്ഷേത്ര ബലവാനാണ്, അതൊക്കെ ശരി തന്നെ. 12-ല് നിൽക്കുന്നതും നമുക്ക് കുഴപ്പമായിട്ട് കണക്കാക്കണ്ട. കാരണം സ്വക്ഷേത്രമായതുകൊണ്ട് 12-ൽ നിന്നാലും ബലമുണ്ട്. പക്ഷെ രാഹുവിന്റെ കൂടെ ഗണ്ണാന്ത സമയം ആയില്യം നക്ഷത്രത്തിന്റെ 4-ാം പാദത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രന്റെ ബലം പോയി. ലഗ്നാധിപൻ നീചം. ലഗ്ന നവാംശകാധിപൻ 3-ലാണ് നിൽക്കുന്നത്. പിന്നെ വേറെ 5-ാം ഭാവം നോക്കണം. 5-ാം ഭാവത്തിന് പാപ മധ്യസ്ഥിതി. 5-ാം ഭാവം എന്ന് പറയുന്നത് ധനുരാശി. അതിന്റെ മുകളിൽ കേതു, ഇപ്പുറത്ത് സൂര്യൻ, ഇപ്പുറത്ത് ചൊവ്വ. അപ്പോൾ പാപ മധ്യസ്ഥിതി. 5-ാം ഭാവപതി ശനിയുടെ കൂടെ. ശനിയും ശുക്രനും ശനിയും വ്യാഴവും കൂടി ഒരുമിക്കുന്നത് ഉന്മാദയോഗം. അവിടെ ശുക്രന് ബലമില്ല. ശുക്രൻ നീചമാണ്. ശുക്രൻ കൂടി നിൽക്കുന്നില്ല എന്ന് ചോദിക്കും. ശുക്രൻ നീചമാണ്, ഒട്ടും ബലമില്ല. അപ്പോൾ ശുക്രനെ പരിഗണിക്കേണ്ട. ഗുരുവും ശനിയും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ
ഉന്മാദയോഗം. ആ ഗുരുവാണെങ്കിൽ 5-ാം ഭാവപതിയാണ്. അപ്പോൾ 5-ാം ഭാവപതി ഉന്മാദയോഗം കൊടുക്കുന്നു. 5-ാം വ്യാഴവും ശനിയും കൂടെ ഒരുമിച്ചു. അപ്പോൾ എല്ലാം കൂടെ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇനി കാര്യത്തിലേക്ക് കടന്നു വരാം. ലഗ്നം ആദ്യം നോക്കണം. ലഗ്നം ചിങ്ങിയ ലഗ്നം. ലഗ്ന നവാംശപ തുല്യതനു എന്നാണ് പഠിച്ചിട്ടുള്ളത്. ലഗ്നത്തിന്റെ നവാംശകാധിപൻ, ലഗ്നത്തിന്റെ അംശകം വന്നത് ഏത് രാശിയില്? ആരെങ്കിലും പറഞ്ഞാലേ നമുക്ക് ശ്രദ്ധിക്കുന്നു എന്നുള്ള മനസ്സിലാവുള്ളൂ. ആരെങ്കിലും മാറി മാറി പറയണം. ഒരാൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കരുത്. മാറി മാറി പറയണം. ശ്രദ്ധിച്ചിരിക്കണം. ലഗ്നത്തിന്റെ നവാംശകം വന്നത് കന്നിരാശി. അപ്പോൾ നവാംശകാധിപൻ ബുധൻ. ബുധന്റെ രാശിയിലാണ് ലഗ്നത്തിന്റെ അംശകം. അപ്പോൾ ലഗ്നത്തിന്റെ അംശകാധിപൻ ബുധൻ. ആ ബുധന് ബലമുണ്ടോ എന്ന് നോക്കണം. ബുധന് ബലക്കുറവുണ്ട്. 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. സൂര്യന്റെ കൂടെയാണ് നിൽക്കുന്നത്. മൗഢ്യവുമുണ്ട്. ഇനി ലഗ്നാധിപന് ബലമുണ്ടോ എന്ന് നോക്കണം. ലഗ്നാധിപൻ സൂര്യന് നീചം, അതും പോയി. ലഗ്നാധിപനും ലഗ്ന നവാംശകാധിപനും പോയി. അത് കഴിഞ്ഞിട്ട് ഇനി ഒരു കാര്യം കൂടെ അറിയണം. അതാണ് ഇന്ന് പറയാൻ പോകുന്ന കാര്യം. ലഗ്നത്തിന് ബലം, ആദ്യം ലഗ്നത്തിന് ബലമുണ്ടോ എന്ന് നോക്കണം. ലഗ്നത്തില് ലഗ്നാധിപന്റെയോ ബുധന്റെയോ വ്യാഴത്തിന്റെയോ യോഗദൃഷ്ടി ഉണ്ടെങ്കിൽ ലഗ്നത്തിന് ബലമുണ്ട്. ഓരാസ്വാമി ഗുരു യജ്ഞ വീക്ഷിത യുധോ. ഓരാസ്വാമി ഗുരു യജ്ഞ വീക്ഷിത യുധോ. ഓരാസ്വാമി എന്ന് വെച്ചാൽ ലഗ്നത്തിലെ ലഗ്നാധിപന്റെയോ വ്യാഴത്തിന്റെയോ ബുധന്റെയോ അല്ലെങ്കിൽ ശുക്രൻ്റെതായാലും കുഴപ്പമില്ല. അത് പ്രശ്നമാർഗത്തിൽ പറയുന്നുണ്ട്. ശുക്രന്റെയോ അല്ലെങ്കിൽ എളുപ്പത്തിൽ പറഞ്ഞാൽ ലഗ്നത്തിലെ ലഗ്നാധിപന്റെയോ ശുഭന്മാരുടെയോ. ഇനിയും 9-ാം ഭാവാധിപന്റെ വന്നാലും മതിയെന്ന് വേറെ ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നു. 9-ാം ഭാവാധിപന്റെ ദൃഷ്ടി യോഗം വന്നാലും കൊള്ളാം. പക്ഷെ അത് പാവനായാൽ അത്രത്തോളം ഗുണം ചെയ്യൂല. 9-ാം ഭാവം എന്ന് പറയുമ്പോൾ അതിന് വേറെ ഭാവമത്യം വരരുത്. അതുകൊണ്ട് അതിനെ ഒഴിവാക്കിയിരിക്കണം. അത് നമ്മൾ എടുക്കണ്ട. ഓരയിൽ പറയുന്നില്ല. 9-ാം ഭാവതി എന്ന് പറയുമ്പോൾ അതിന് വേറെയും ഒരു ഭാവമത്യം വന്നു കഴിഞ്ഞാൽ ദോഷം ചെയ്യും. അപ്പോൾ ലഗ്നത്തില് ലഗ്നാധിപന്റെയോ അല്ലെങ്കിൽ ശുഭന്റെയോ യോഗമോ ദൃഷ്ടിയോ വന്നാൽ ലഗ്നത്തിന് ബലമുണ്ട്. ലഗ്നത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ചിങ്ങ ലഗ്നത്തിൽ ലഗ്നാധിപൻ നിൽക്കുന്നോ? ഇല്ല. ഇല്ല. നോക്കുന്നോ? നോട്ടുമില്ല. ഇല്ല. ഗുരു ശുക്രൻ ബുധൻ ഇവരുടെ ആരുടെയെങ്കിലും യോഗമോ ദൃഷ്ടിയോ ഉണ്ടോ? ഇല്ല. അപ്പൊ ലഗ്നത്തിന് ബലമില്ല. അടുത്ത് ലഗ്നാധിപനെ നോക്കണം. ലഗ്നാധിപൻ 3-ാം നീചം. വേറെ ഒന്നും പറയണ്ട. ഇനി നീചം ഭവിച്ചു 3-ൽ പോയി. അത് പോയി. ലഗ്ന നവാംശകം വന്നത് കന്നിരാശിയിൽ. ലഗ്ന നവാംശകാധിപൻ ബുധന് മൗഢ്യം. അത് 3-ലാണ് നിൽക്കുന്നത്. അതും പോയി. ഇനി അടുത്ത് നോക്കേണ്ടത്, ഇനിയാണ് ഒന്നുകൂടി ഒരു കാര്യം കൂടെ പറയുന്നത്. ഈ ലഗ്നാധിപനും ലഗ്ന നവാംശകാധിപനും എവിടെ നിൽക്കുന്നു? ലഗ്നാധിപൻ തുലാത്തില്. ലഗ്ന നവാംശകാധിപനും തുലാത്തില്. ആ തുലാത്തിന്റെ അധിപന് ബലമുണ്ടോ എന്ന് നോക്കണം. ലഗ്നാധിപന്റെയും ലഗ്ന നവാംശകാധിപനും സ്ഥാനം കൊടുത്ത ആളിന് ബലമുണ്ടോ എന്ന് നോക്കണം. ഇല്ല സർ. ഇല്ല. സ്ഥാനം കൊടുത്ത ആളാര്? ശുക്രനില്ല. അപ്പോഴ് ലഗ്നാധിപന് ബലമില്ല. ലഗ്ന നവാംശകാധിപന് മൗഢ്യമുണ്ട്, ബലക്കുറവുണ്ട്. ബലക്കുറവ്, പൂർണ്ണമായിട്ട് ബലമില്ല എന്നല്ല, ബലക്കുറവുണ്ട്. അത് കഴിഞ്ഞ് ഈ 2 പേർക്ക് സ്ഥാനം കൊടുത്ത ആളിന് ബലമുണ്ടോ എന്ന് നോക്കണം. അതിനും ബലമില്ല. ഇനി അടുത്ത്
ലഗ്ന നവാംശപ തുല്യതനു സ്യാദ് വീര്യഗ്രഹ തുല്യതനു. ജാതകത്തിൽ ബലം കൂടിയ ഗ്രഹത്തിന് അനുരൂപമായിരിക്കും. ജാതകത്തിൽ ബലം കൂടിയ ഗ്രഹം ഏത്? ജാതകത്തിൽ ഏറ്റവും ബലമുള്ള ഗ്രഹം ഏതെന്ന് നോക്കണം. ഒരു സംശയവുമില്ല, പെട്ടെന്ന് പറയാനല്ലേ ഉള്ളൂ. കുജൻ. കുജൻ കേന്ദ്രത്തിൽ നിൽക്കൊണ്ട് സ്വക്ഷേത്ര ബലവാൻ, അതിൻ്റെ രൂപത്തിൽ വിരിക്കും. അപ്പോൾ ലഗ്നാധിപന്റെ ലഗ്നത്തിന്റെ രൂപം, ലഗ്നം ചിങ്ങ ലഗ്നത്തിന്റെ രൂപത്തിൽ വരാം. ലഗ്നാധിപൻ സൂര്യൻ, രണ്ടും ഒന്ന് തന്നെ. ലഗ്നവും ലഗ്നാധിപനും എന്ന് പറയുമ്പോൾ സൂര്യന്റെ രൂപത്തിൽ വരാം. ലഗ്ന നവാംശകാധിപൻ ബുധന്റെ രൂപത്തിൽ വരാം. ഈ രണ്ടുപേർക്കും സ്ഥാനം കൊടുത്തത് ശുക്രന്റെ രൂപത്തിൽ വരാം. ഇതിങ്ങനെ ഇവർക്കാർക്കും ബലമില്ലെങ്കിൽ ജാതകത്തിൽ ബലമുള്ള ഗ്രഹത്തിന് തുല്യമായ രൂപമായിരിക്കും. ബലമുള്ള ഗ്രഹം ചൊവ്വയ്ക്കുള്ള രൂപം എന്താണ് പറഞ്ഞു നോക്കണം. ക്രൂരതർ, തരുണമൂർത്തി, ഉദാര, സുചപല, കൃഷമധ്യ. അരക്കെട്ട് ഒതുങ്ങി, മീഡിയം പൊക്കം, പ്രായം തോന്നിക്കാത്ത ശരീരം. മീഡിയം പൊക്കം, പ്രായം തോന്നിക്കാത്ത ശരീരം, ഇളം കറുപ്പ് നിറം, അരക്കെട്ട് ഒതുങ്ങി ഉള്ള രൂപത്തിൽ കാണും. ഇതാണ് ഇദ്ദേഹത്തിന്റെ ശരീരപ്രകൃതം. ഇവിടെ ഒരു കുഴപ്പമുള്ളത്, എങ്ങനെ കണ്ടിരുന്നാലും ഒരുപാട് ദോഷമുണ്ട്. വളരെ ഷാർപ്പാ നോക്കിയാലേ കിട്ടുള്ളൂ. ലഗ്നത്തിനും ബലമില്ല, ലഗ്നാധിപനും ബലമില്ല, ലഗ്ന നവാംശകാധിപനും ബലമില്ല. ഇവർക്ക് സ്ഥാനം കൊടുത്ത ആളിനും എല്ലാം നീചവും മൗഢ്യവും വളരെ വളരെ ദോഷമാണ്. അപ്പോൾ അത് എത്രയും കഴിഞ്ഞാൽ പിന്നെ ബലമുള്ള ജാതകത്തിൽ ബലമുള്ള ഗ്രഹം നോക്കണം. ബലമുള്ള ഗ്രഹം ചൊവ്വയുടെ രൂപത്തിൽ. ചൊവ്വയുടെ രൂപം ക്രൂരദൃക്. തരുണമൂർത്തി എന്ന് പറഞ്ഞാൽ തഴച്ച ശരീരം, ഒഴുക്കുള്ള നല്ല തഴച്ച ശരീരം, തരുണമൂർത്തി. ഉദാര മനസ്സ്, കൃഷമധ്യ, ഇടുപ്പ് ഒതുങ്ങിയ ഇടുപ്പ്, കൃഷമധ്യ. പിന്നെ ഇളം കറുപ്പ് നിറമാണ് ഇവർക്ക് പറയുന്നത്. പൊക്കം മീഡിയം ഹൈറ്റ്. ഇതാണ് ചൊവ്വയുടെ സ്വരൂപം. അങ്ങനെ ഇരിക്കും. അപ്പോഴങ്ങനെ ഇരിക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി നോക്കുമ്പോൾ ഈ നമ്മൾ പറഞ്ഞതുപോലെ ഈ 5-ാം ഭാവം നോക്കണം. അപ്പോൾ ഇവിടെ ഒരുപാട് നെഗറ്റീവ് പോയിന്റ് ഒന്നും. ലഗ്നാധിപന് ബലമില്ല, ലഗ്നത്തിന് ബലമില്ല, ലഗ്ന നവാംശകാധിപന് ബലമില്ല, ഇവർക്ക് സ്ഥാനം കൊടുത്ത ആളിനും ബലമില്ല. അതുകൊണ്ടാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ചുകൂടി നോക്കണം. 5-ാം ഭാവത്തിന് പാപമധ്യസ്ഥിതി. 5-ാം ഭാവം ധനുരാശി, പാപമധ്യസ്ഥിതി. ഇപ്പുറത്ത് ചൊവ്വ, മുകളിൽ കേതു. 5-ാം ഭാവപതി നിൽക്കുന്നത് ശരീരകൂടെ, ഗുരു, ഉന്മാദയോഗം. മനസ്സിന്റെ കാരകനായ ചന്ദ്രൻ ഗണ്ണാന്തത്തിലും രാഹുവിന്റെ യോഗവും. കുട്ടി മന്ദബുദ്ധിയാണ്. കാരണം മന്ദബുദ്ധി ഇല്ലെങ്കിൽ അതിശയിക്കാനുള്ളൂ. അതൊക്കെ വളരെ സൂക്ഷിച്ച് നോക്കിയാലേ നമുക്ക് കിട്ടുള്ളൂ. വളരെ ഷാർപ്പായിട്ട് നോക്കിയിരുന്നാൽ മാത്രമേ ഇതെല്ലാം കിട്ടുള്ളൂ, അല്ലാതെ ഒന്നും കിട്ടൂല. ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റാ മനസ്സിലാക്കാം. ഇവിടെ ചന്ദ്രൻ തുടങ്ങി നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ നല്ല സൂപ്പറാണെന്ന് തോന്നും. സ്വക്ഷേത്രത്തിലല്ലേ നിൽക്കുന്നത്, തന്നെയാണ്, സ്വക്ഷേത്രത്തിൽ തന്നെയാണ്. പക്ഷേ ഗണ്ണാന്ത നക്ഷത്രത്തിലാണ്. ഗണ്ണാന്ത നക്ഷത്രം, ഗണ്ണാന്ത സമയം ആയില്യ നക്ഷത്രത്തിന്റെ 4-ാം പാദം. 4-ാം പാദവും തീരാറായ സമയത്താണ് നിൽക്കുന്നത്. അത് ഒരു കടത്തം. മനസ്സിന്റെ കാരകനാണ് ചന്ദ്രൻ, അത് പോയി. 5-ാം ഭാവം പാപമധ്യസ്ഥിതി. 5-ാം ഭാവാധിപന് ശനിയുടെ യോഗം. ശനിയും വ്യാഴവും കൂടി ഒരുമിക്കുന്നത് ഉന്മാദയോഗം. ഒന്നും എടുക്കാനില്ല, ഒരു കാര്യവും അതിനകത്ത് ഇനി എടുക്കാനില്ല. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചു വരുന്നത് ശരീരപ്രകൃതം നോക്കുമ്പോഴും മന്ദബുദ്ധിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരീരത്തിന്റെ പ്രകൃതം നോക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. നല്ല കൊഴുത്ത ശരീരം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊരു പ്രത്യേക രീതിയിലേ ഇരിക്കുള്ളൂ. മാനസിക വൈകല്യമോ അല്ലെങ്കിൽ ശാരീരിക വൈകല്യമോ ഉണ്ടെങ്കിൽ പിന്നെ ഭംഗി കൊണ്ടെന്ന് പറയുന്നതിനൊക്കെ കാര്യമില്ല. ഒരു മനസ്സിലാകാത്തവരാരെയും ഉണ്ടോ?
മനസ്സിലായോ? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, ഒന്നുകൂടി പറയണമെങ്കിൽ പറഞ്ഞാൽ മതി. ഈ പറഞ്ഞു പോയാൽ എന്തെങ്കിലും നമുക്ക് നമ്മൾ കേട്ടിട്ടില്ലാത്തതോ അല്ലെങ്കിൽ സംശയം വരുന്നതോ ഭാഗമുണ്ടെങ്കിൽ ഒന്നുകൂടി അതിനെ ഡീറ്റെയിലാ പറയാം. സാറേ, ചന്ദ്രന്റെ ഗണ്ടാന്ന് പറയണമെങ്കിൽ നമ്മൾ സ്ഫുടം എടുത്ത് നോക്കിയാലേ അറിയുള്ളൂ അല്ലേ? എങ്ങനെ അറിയാം ഇത് നിൽക്കുന്ന ഏത്? നവാംശകം വെച്ച് കണ്ടുപിടിക്കാം. അതായത് ചന്ദ്രൻ ചരരാശിയിലേ നിൽക്കുന്നത്. അതെ. അപ്പോഴതിന്റെ നവാംശകം എവിടെ നിന്ന് എണ്ണാൻ തുടങ്ങും? ശരാശരി നിൽക്കുന്ന സ്ഥലം മുതൽ. നിൽക്കുന്ന സ്ഥാനത്തിന്. എങ്കിൽ എത്രാമത്തെ നവാംശത്തിൽ നിൽക്കണം എന്നെ നോക്കണം. 1, 2, 3, 5, 6, 7, 9 ലാസ്റ്റാണ്. ലാസ്റ്റ് നവാംശകം. അതെ അതെ. അപ്പോഴും കർക്കടകത്തിന് ആദ്യത്തെ പാദം ആരാണ്? ആദ്യത്തെ നവാംശകം ആരുടേത്? പുണർദം. പുണർദം 4-ാം പാദം. 4-ാം പാദം. അടുത്ത 4 ആരുടേത്? പൂയത്തിന്റെ. പൂയത്തിന്റെ. അടുത്ത 4 ആരുടേത്? ആയില്യം. അപ്പോൾ ആയില്യത്തിന്റെ ലാസ്റ്റ് പാദത്തിലല്ലേ നിൽക്കുന്നത്. അതെ അതെ. അപ്പൊ ഇന്ന് സ്ഫുടത്തിന്റെ ആവശ്യമൊന്നുമില്ല. നവാംശകം കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ ചോദിക്കുമ്പോൾ നവാംശകം കൊണ്ടുള്ള ഉപയോഗം ഇതൊക്കെയാണ്. നമ്മൾ വേറെ ഒന്നുമില്ല. ഗണ്ണാന്ത സമയത്ത് അത് വളരെ ദോഷമാണ്. ഗണ്ണാന്ത സമയത്ത്, ഗണ്ണാന്തം എന്ന് വെച്ചാൽ രാശിയും നക്ഷത്രവും ഒരുമിച്ച് തീരുന്നു. ഗണ്ണാന്തം മാത്രമല്ല, അതിന് രാഹുവിന്റെ യോഗം അതും കൂടി വന്നു. അതാണ് കടുത്ത ദോഷം. രാഹുവിന്റെ യോഗവും കൂടി വന്നു. ഗണ്ണാന്തം മാത്രമാണെങ്കിൽ നമുക്കങ്ങ് വിട്ടേക്കാമെന്ന് ഓർക്കാം. രാഹുവിന്റെ യോഗം കൂടി കൊണ്ട് ചന്ദ്രൻ തീർന്നു. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി എന്തെങ്കിലും സംശയം? ഇതൊരു നല്ലൊരു സംശയമാണ്. ഇത് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും അറിയാൻ കഴിയില്ല. 1-2 കേസ് നമ്മളിങ്ങനെ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി. എങ്കിലും ഒന്ന് എഴുതണം. ലഗ്നം ചിഹ്നം. ലഗ്നത്തിന് ബലമില്ല. ലഗ്നത്തിന് ബലമില്ല. അതിന്റെ റീസൺ എഴുതിക്കണം. ഓരാസ്വാമി ഗുരു യജ്ഞ യജ്ഞ വീക്ഷിതയുതോ. ഓരാസ്വാമി ഗുരു യജ്ഞ വീക്ഷിതയുതോ. അടുത്തല്ലേ ന അന്വേഷിച്ച വീര്യോത്കട. ലഗ്നത്തിൽ അർത്ഥം എഴുതിക്കൊണ്ട് ഇത്രയും കൊട്ടേഷൻ്റെ അകത്തിട്ടുണ്ട്. ലഗ്നത്തിൽ ലഗ്നാധിപന്റെയോ ശുഭന്മാരുടെയോ, ശുഭൻ എന്ന് പറഞ്ഞാൽ ശുക്രനെയും കൂടി എടുത്തോളാം. അത് പ്രശ്നമാർഗത്തിൽ 14-ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. യോഗമോ ദൃഷ്ടിയോ ഉണ്ടായാൽ ലഗ്നത്തിന് ബലമുണ്ട്. ലഗ്നത്തിന് ബലമുണ്ട്. അതല്ലാതെ മറ്റ് പാപഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ വന്നാൽ, ലഗ്നത്തിന് ബലമില്ല.
ഇപ്പോഴും മനസ്സിലായോ? ലഗ്നത്തിന് എന്തുകൊണ്ട് ബലമില്ല എന്നുള്ളത് മനസ്സിലായോ? മറ്റ് പാപന്മാരെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്താണ് മറ്റ് പാപന്മാരെന്ന് എഴുതിയത്? ലഗ്നാധിപൻ ഒഴികെ. ഇവിടെ ലഗ്നാധിപൻ പാപനല്ലേ? സൂര്യനല്ലേ? ആ സൂര്യന്റെ യോഗവും ദൃഷ്ടിയും നല്ലത് തന്നെ, കുഴപ്പമില്ല. ലഗ്നാധിപൻ പാപനായാലും കുഴപ്പമില്ല. ലഗ്നാധിപൻ പാപനായിരുന്നാലും ലഗ്നാധിപൻ അവിടെ നിൽക്കുകയോ നോക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. അതാണ് മറ്റ് പാപന്മാരെന്ന് പറഞ്ഞത്. ലഗ്നാധിപൻ പാപനായിരുന്നാലും ലഗ്നത്തിനെ സംബന്ധിച്ച് നല്ലതാണ്. അടുത്ത ലൈനിൽ ലഗ്നാധിപന് നീചം. ലഗ്നാധിപന് നീചം. അടുത്ത ലൈനിൽ ലഗ്ന നവാംശകം കന്നിരാശി. ലഗ്ന നവാംശകം കന്നിരാശി. ലഗ്ന നവാംശകാധിപൻ ബുധൻ. ലഗ്ന നവാംശകാധിപൻ ബുധൻ. ബുധന് മൗഢ്യവും 3-ാം ഭാവസ്ഥിതിയും. ബുധന് മൗഢ്യവും 3-ാം ഭാവസ്ഥിതിയും. അങ്ങനെ ബലമില്ല. അങ്ങനെ ബലമില്ല. അതായത് ലഗ്നം, ലഗ്നാധിപൻ, ലഗ്ന നവാംശകാധിപൻ, മൂന്ന് പേർക്കും ബലമില്ല. മൂന്ന് പേർക്കും ബലമില്ല. അടുത്ത ലൈനിൽ ഈ സാഹചര്യത്തിൽ ഇപ്പൊ ലഗ്നത്തിനും ലഗ്നാധിപനും ലഗ്ന നവാംശകാധിപനും ബലമില്ലെങ്കിൽ അടുത്ത് നോക്കേണ്ടത്, അതാണ് ഈ സാഹചര്യത്തിൽ എന്ന് എഴുതിയത്, ലഗ്നാധിപന്റെയും ലഗ്ന നവാംശകാധിപന്റെയും ലഗ്നാധിപനും ലഗ്ന നവാംശകാധിപനും നിൽക്കുന്ന രാശിയുടെ അധിപന് ബലമുണ്ടോ എന്ന് നോക്കണം. ലഗ്നാധിപനും ലഗ്ന നവാംശകാധിപനും നിൽക്കുന്ന രാശിയുടെ അധിപന് ബലമുണ്ടോ എന്ന് നോക്കണം. അത് ശുക്രനാണ്. ശുക്രന് നീചം, ബലമില്ല. അത് ശുക്രനാണ്. ശുക്രന് നീചം, ബലമില്ല. അത് ശുക്രനാണ്. ശുക്രന് നീചം, ബലമില്ല. ഈ സാഹചര്യത്തിൽ ജാതകത്തിൽ ബലമുള്ള ഗ്രഹത്തിന്റെ രൂപം നോക്കണം. ജാതകത്തിൽ ബലമുള്ള ഗ്രഹത്തിന്റെ രൂപം നോക്കണം. ബലമുള്ള ഗ്രഹം ചൊവ്വ. ബലമുള്ള ഗ്രഹം ചൊവ്വ.
അത് കേന്ദ്രത്തിലാണ് നിൽക്കുന്നത്. അത് കേന്ദ്രത്തിലാണ് നിൽക്കുന്നത്. ക്രൂരദൃക് ക്രൂരദൃക് തരുണമൂർത്തി ഉദാര സുചപല കൃശമധ്യാഹ അതായത് തഴച്ചു കൊഴുത്ത ശരീരം, മീഡിയം പൊക്കം, ഇളം കറുപ്പ് നിറം, മീഡിയം ഹൈറ്റ്, ഇളം കറുപ്പ് നിറം, ഒതുങ്ങിയ അരക്കെട്ട്. ഇതാണ് ചൊവ്വയുടെ രൂപം. ഇപ്പം എഴുതിയ ശ്ലോകം കോരയിലെ 2/9. ഇപ്പൊ എഴുതിയ ശ്ലോകം കോരയിലെ 2/9. അടുത്ത ലൈനില് 5-ാം ഭാവം ധനുരാശി, പാപമധ്യസ്ഥിതിയാണ്. 5-ാം ഭാവം ധനുരാശി, പാപമധ്യസ്ഥിതിയാണ്. അഞ്ചാം ഭാവം പാപമധ്യസ്ഥിതിയാണ്. 5-ാം ഭാവത്തിൽ ഗുരുവിന് ശനിയുടെ യോഗം. അത് ഉന്മാദ യോഗമാണ്. 5-ാം ഭാവത്തിൽ ഗുരുവിന് ശനിയുടെ യോഗം, അത് ഉന്മാദ യോഗമാണ്. ഇവയൊക്കെ മനസ്സിനെ ബാധിക്കുന്നതാണ്. മനസ്സിന്റെ കാരകൻ ചന്ദ്രൻ. ചന്ദ്രന് രാഹു യോഗം. ചന്ദ്രൻ നിൽക്കുന്നത് ആയില്യം നക്ഷത്രത്തിന്റെ 4-ാം പാദം, ഗണ്ണാന്തം. ചന്ദ്രൻ നിൽക്കുന്നത് ആയില്യം നക്ഷത്രത്തിന്റെ 4-ാം പാദം, ഗണ്ണാന്തം. ബ്രാക്കറ്റ് ഇട്ടെഴുതിക്കണം. ഇത് ചന്ദ്രന്റെ നവാംശകം നോക്കി മനസ്സിലാക്കണം. ഈ കുട്ടി ഒരു മന്ദബുദ്ധിയാണ്. അതുകൊണ്ട് ശരീര രൂപത്തിനൊന്നും പ്രാധാന്യമില്ല.
ഒരു മന്ദബുദ്ധിയായ കുട്ടിയാകുമ്പോൾ നമുക്ക് എങ്ങനെ കാണുന്നത് കണ്ടാൽ നമുക്കറിയാമല്ലോ. അതിന്റെ മുഖവും ചുണ്ടും കണ്ണും ഒക്കെ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പോഴതിന്റെ ഭംഗിക്കോ ഒരു വളർച്ചയോടുകൂടിയ ശരീരപ്രകൃതമായിരിക്കും. ഇനി അടുത്തത് നോക്കാമോ? അടുത്തത് നോക്കാമോ? ഇതൊരു വലിയ കേസാണ്, കുറച്ച് ഡീറ്റെയിലാ പഠിക്കണം. ഇതിനകത്ത് കുറെ കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം. ഈ ഒരു കേസ് കൂടി പഠിക്കുമ്പോൾ നമുക്ക് ഒരാളിന്റെ രൂപം കണ്ടുപിടിക്കേണ്ടതും മാനസിക ശരിക്കും പറഞ്ഞാൽ 5-ാം ഭാവം കൂടി ഇതിനകത്ത് വരികയാണ്. മനസ്സിനെ ബാധിക്കുന്നത് 5ആണ്. പക്ഷെ അത് ലഗ്നം പറയുമ്പോൾ മനസ്സിനെ ബാധിക്കുന്നെങ്കിൽ അതും കൂടി പറയാതിരിക്കാൻ പറ്റൂല. അപ്പൊ 1-ാം ഭാവം പഠിക്കുമ്പോൾ വേറെ ഒന്നും പറയൂല എന്ന് നിർബന്ധം പിടിച്ചാൽ നമുക്ക് പറ്റൂല. ചിലപ്പം 5-ാം ഭാവം വരും, ചിലപ്പം 10-ാം ഭാവം ഇടയിൽ വരും, 9 വരും, അങ്ങനെയൊക്കെ വന്നേക്കും. എഴുതിക്കൊണ്ട് 20/7/1928 പഴയ കേസാണ്. 100 വർഷത്തോളം പഴക്കമുണ്ട്. 20/7/1928. ഇതിൽ ഉദയാൽ പരമാണ് കൊടുത്തേക്കുന്നത്. ജനന സമയമല്ല, ഉദയാൽ പരം 23 നാഴിക 22 വിനാഴിക. 23 നാഴിക 22 വിനാഴിക. ഊരം നക്ഷത്രം. ഇതൊക്കെ പഴയ കാലത്തുള്ളതാണ്. ജനനശിഷ്ടം നമ്മൾ കൊടുത്തൊക്കെ എഴുതി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടൊന്നും കിട്ടൂല. ഒരു ഉദ്ദേശ കണക്കുകളായിരിക്കും. പഴയ കാലത്തൊക്കെ കണ്ടുപിടിക്കാവുന്ന കാൽക്കുലേറ്ററോ സോഫ്റ്റ്വെയറോ ഒന്നുമില്ല. അവരൊക്കെ എഴുതി കണ്ടുപിടിക്കുന്നതാണ് പഞ്ചാംഗം. അതും വലിയ പഞ്ചാംഗമൊന്നും കാണൂല. ചെറിയ പഞ്ചാംഗങ്ങളൊക്കെ ഉപയോഗിച്ച് എഴുതുന്നതാണ്. അന്നത്തെ എഴുതുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമെന്നാണ് പറയേണ്ടത്. അന്ന് ഈ ഒരു ഫെസിലിറ്റി ഇല്ലാതെ നമ്മുടെ പഴയ പൂർവികരൊക്കെ എഴുതിപ്പൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പാട്. ഇന്ന് സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നിട്ട് പോലും നമുക്ക് പഠിക്കാൻ വയ്യ. അതുകൊണ്ട് വളരെ കൃത്യമായിരിക്കില്ല. ലഗ്നം മാത്രമേ കറക്റ്റ് ആവുള്ളൂ. 17/9/0 ശുക്രദശ. 17/9/0 ശുക്രദശ. ഒരു 20/7/1928 ഉദയാൽപരം 23/22 പൂരം നക്ഷത്രം 17/9/0 ശുക്രദശ. 17 വർഷം 9 മാസം 0 ദിവസം. ഇനി ഗ്രഹനിലയിട്ടുള്ള വരയ്ക്കണം. മേടത്തില് ചൊവ്വയും ഗുരുവും. മേടത്തില് ചൊവ്വയും ഗുരുവും. ഇടവത്തില് രാഹു. മിഥുനത്തില് ബുധൻ. കർക്കടകത്തില് രവിയും ശുക്രനും. ചിങ്ങത്തില് ചന്ദ്രനും മാങ്ങിയും. വൃശ്ചികത്തില് ലഗ്നം ശനി കേതു. ലഗ്നം ശനി കേതു വൃശ്ചികത്തിൽ. ഇനി നവാംശകത്തിനെ പുറത്തിട്ടോളൂ. ഇടവത്തില് രാഹു. മിഥുനത്തില് മാന്തി. ചിങ്ങത്തില് രവി ചന്ദ്രൻ ഗുരു. രവി ചന്ദ്രൻ ഗുരു. കന്നിയില് ശുക്രൻ.
തുലാത്തിൽ ചൊവ്വ, വൃശ്ചികത്തിലെ കേതു, ധനുവിൽ ലഗ്നവും ശനിയും, ധനുവിൽ ലഗ്നവും ശനിയും, കുംഭത്തിൽ ബുധൻ, ഇത്ര തന്നെ. ഇതിലാദ്യം ശരീരത്തിന്റെ രൂപം ഒന്ന് നോക്കണം. ഗ്രഹനിലയിൽ ശുക്രൻ എവിടെ? ഗ്രഹനിലയിൽ ശുക്രൻ കർക്കടകം. രവിയും ശുക്രനും കർക്കടകം. രവിയും ശുക്രനും ഗ്രഹനിലയിൽ കർക്കടകം. നവാംശകത്തില് ശുക്രൻ നീചം കന്നി. ആദ്യം നമ്മൾ എഴുതേണ്ടത് ഇതിൽ വന്ന് ഒരു കാര്യമുള്ളത്. ലഗ്നം ഏത് നോക്കണം. വൃശ്ചികൻ രാശി. ലഗ്നത്തിന് ബലമുണ്ടോ? അതാണ് ആദ്യം നോക്കേണ്ടത്. ബലമില്ല. ബലമില്ല ഒരാള് പറഞ്ഞു. ശനിദൃഷ്ടി. ധൈര്യമായിട്ട് പറഞ്ഞതുകൊണ്ട് സന്തോഷം. ശനിയും ശനിയും കൂടെ ലഗ്നത്തിൽ നിൽക്കില്ലേ? തെറ്റ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊക്കെ പഠിക്കുമ്പോൾ മണ്ടം തെറ്റുകൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സാറെ കഴുത എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കേട്ടോണ്ടിരിക്കും. ലഗ്നത്തിൽ ശനി, കുജന്റെ ദൃഷ്ടി. തെറ്റുകൾ വിളിച്ച് പറഞ്ഞാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അത് പഠിക്കുമ്പോഴങ്ങനെ തന്നെ അതുകൊണ്ട് തെറ്റ് വിളിച്ച് പറഞ്ഞു. ലഗ്നാധിപൻ സ്വക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. ലഗ്നത്തിലേക്ക് ലഗ്നാധിപൻ ദൃഷ്ടി ചെയ്യുന്നു. ലഗ്നാധിപന് ലഗ്നത്തില് ദൃഷ്ടി കൊണ്ട് അത് നല്ലത്. എവിടെയോ നിൽക്കുന്നത് ലഗ്നാധിപൻ ബലവാനാണ്. ഇനി ലഗ്നാധിപന് ഗുരുവിന്റെ യോഗമുണ്ട്. അത് അതിനേക്കാളും നല്ലത്. ശരിയല്ലേ? ലഗ്നാധിപന് ഗുരുവിന്റെ യോഗവും സ്വക്ഷേത്ര ബലവാനുമായിട്ട് ലഗ്നത്തിനെ വീക്ഷിക്കുന്നു. പക്ഷെ ലഗ്നത്തിൽ നിൽക്കുന്ന രണ്ടുപേരും നല്ല ആളുകളല്ല. ശുഷ്ക ഗ്രഹങ്ങളായ ശനി കേതു ലഗ്നത്തിൽ നിൽക്കുന്നത് നല്ലതല്ല. അത് നല്ലതല്ല. ലഗ്നാധിപന്റെ ദൃഷ്ടി നല്ലതാണ്. ലഗ്നാധിപന് ഗുരുവിന്റെ യോഗവും നല്ലതാണ്. ലഗ്നാധിപൻ തന്റെ സ്വന്തം രാശിയിൽ നിൽക്കുന്നതും നല്ലതാണ്. അപ്പൊ ലഗ്നത്തിന് ബലമുണ്ടോ? ഇതാണ് ചോദ്യം. അതിനെന്തോന്ന് മറുപടി പറയാം? ഒറ്റ വാക്കിൽ ഒരു മറുപടി പറയാൻ പറ്റുമോ? ശനിയും കേതുവും നിൽക്കുന്നത് നല്ലതല്ല. ഇനി അതുകൊണ്ടുള്ള സംശയം സാറേ, ശനിയും കേതുവും നിൽക്കുന്നതുകൊണ്ടുള്ള സംശയമാണ്. കുജന്റെ കുജൻ യോഗം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ദൃഷ്ടി ഉള്ളതുകൊണ്ട് ബലം ഉണ്ടെന്നും പറയാൻ ഒക്കത്തില്ല. ബലമുണ്ടെന്ന് പറയാം. പക്ഷെ ഈ രണ്ടുപേരും നിൽക്കുന്ന നല്ലതല്ല. കുജന് ഒരു ചെറിയൊരു പ്രയാസം കൂടെ ഉണ്ട്. അത് 6ാം ഭാവപതിയാണ്. അതും പോയിട്ട് ലഗ്നത്തില് ചൊവ്വയ്ക്ക് സ്വക്ഷേത്ര ബലമേ ഉള്ളൂ. മേടത്തിൽ എന്തോന്ന് ബലമുണ്ട്? മൂലത്രികോണാധിപത്യം മേടത്തിന്. അപ്പോഴ് ചൊവ്വ 6ാം ഭാവപതി എന്നും പറയാം, ലഗ്നാധിപതി എന്നും പറയാം. കുറച്ച് പൂർണമായ ഒരു എന്തോന്നില്ല, പൂർണമായിട്ടുള്ള ഒരു ബലം ചൊവ്വയ്ക്ക് ഒരു നന്മ ചൊവ്വയെ കൊണ്ട് പറയാൻ പറ്റില്ല. കാരണം അത് 6ാം ഭാവപതിയാണ്. 6ആണ് ബലം കൂടിയ ഭാവം. നമ്മൾ മേടവും വൃശ്ചികവും സംബന്ധിച്ച് ചൊവ്വയ്ക്ക് ബലം കൂടിയ ഭാവം എവിടെയാണ്? മേടമാണോ വൃശ്ചികമാണോ? മേടമാണ്. മേടം മൂലക്ഷേത്രങ്ങളാണ്. മേടം എത്രാമത്തെ ഭാവമായിട്ട് വരും നോക്കും? 6ാം ഭാവം. 6ാം ഭാവം. അപ്പോൾ 6ാം ഭാവപതി ലഗ്നത്തിലെ ദൃഷ്ടി. ശനി 3ഉം 4ഉം ഭാവപതി. 3ഉം 4ഉം ഭാവപതിയായ ശനി ലഗ്നത്തിലെ ദൃഷ്ടി. ലഗ്നത്തിലെ സ്ഥിതി കേതുവുണ്ട്, രാഹുവുണ്ട്. അപ്പോൾ എല്ലാം പാപഗ്രഹങ്ങളാണ് ലഗ്നമായിട്ട് ബന്ധപ്പെട്ടത്. അതത്ര നല്ലതല്ല. അപ്പോൾ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ടാവാം. ഇതാണ് പാപഗ്രഹങ്ങൾ. ഒന്നിൽ കൂടുതൽ പാപഗ്രഹങ്ങൾ, 2ഓ 3ഓ പാപഗ്രഹങ്ങൾ ലഗ്നമായിട്ട് ബന്ധപ്പെട്ടാൽ ശുഷ്കമായ ശരീരമായിരിക്കും. ശരീരത്തിന് ആരോഗ്യക്കുറവ് വരും.
പ്രത്യേകിച്ച് 6-ാം ഭാവപതിയും കൂടിയായ സൂര്യൻ. അത് ഒരു കാര്യം പറഞ്ഞു, ചൊവ്വ പൂർണ്ണമായിട്ടും ദോഷമല്ല, ചൊവ്വ പൂർണ്ണ ദോഷമല്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ ചൊവ്വ 6-ാം ഭാവപതി എന്നുള്ള നിലയ്ക്ക് ആറിൽ നിന്നും കൊണ്ട് നോക്കുന്നത് അത്ര നല്ലതല്ല. ശനിയും കേതുവും നല്ലതല്ല. ലഗ്നാധിപതി അനിഷ്ട സ്ഥാനാധിപത്യം ഉണ്ടെങ്കിൽ അത് പരിഗണിക്കേണ്ട ലഗ്നാധിപത്യത്തിനാണ് പ്രാധാന്യം എന്നൊരു നിയമം കൂടെ ഇല്ല സാറേ? അങ്ങനെയില്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. അത് നമ്മൾ പഠിച്ചു പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ. ലഗ്നത്തില് ലഗ്നാധിപന്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ലഗ്നത്തിന് നന്മ ചെയ്യും. ലഗ്നാധിപൻ എവിടെ നിന്നാലും നന്മ ചെയ്യും എന്നൊന്നും പറയാൻ പറ്റൂല. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, കഴിഞ്ഞ ബാച്ചിലും പഠിച്ചു കഴിഞ്ഞു. ഒരുപാട് എക്സാമ്പിൾ. ലഗ്നാധിപനും 9-ാം ഭാവാധിപനും നന്മയെ ചെയ്യുള്ളെങ്കിലും അവർക്ക് വേറെ ഭാവപത്യം വന്നാൽ ആ ദോഷവും ചെയ്യും. ലഗ്നാധിപതിക്കും 9-ാം ഭാവപതിക്കും എവിടെ നിന്നാലും നന്മ ചെയ്യും, ശരി തന്നെയാണ്. അവർക്ക് മറ്റൊരു ആധിപത്യം വരുമെങ്കിൽ അത് ആയ ആധിപത്യമാണെങ്കിൽ ആ ദോഷവും അവർ ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ, പെട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാകും. കർക്കടക ലഗ്നത്തിന് വ്യാഴം 7 ഉന്നതത്ത് പറയും. ഒരു ചെറിയ എക്സാമ്പിളെ പറയാൻ സമയമുണ്ട്, എല്ലാ സമയമില്ല. കർക്കടക ലഗ്നത്തിന് 7-ൽ വ്യാഴമാകുമ്പോൾ എവിടെ വരും? നീചത്തിലാണ്. ധാരനാശമാണ് പറയുന്നത്. അതിന്റെ കാര്യം വ്യാഴം 9-ാം കർക്കടക ലഗ്നത്തിന് 9 ഇല്ലേ? കർക്കടക ലഗ്നത്തിന് വ്യാഴം 9-ാം ഭാവപതിയല്ലേ? ഒരു ഗ്രഹനിലയിൽ വരണം വെച്ച് നോക്കണം പെട്ടെന്ന്. അതെ, 9-ാം ഭാവപതി മീനൻ രാശി. 6-ാം ഭാവപതിയല്ലേ നോക്കണം. അപ്പോൾ 6-ന്റെ ജോലിയും ചെയ്യും, 9-ന്റെ ജോലിയും ചെയ്യും. ബലമില്ലാതെയാണ് നിൽക്കുന്നത്. ബലമില്ലാതെ നിൽക്കുമ്പോൾ അത് 6-ന്റെ എഫക്റ്റ്. 6-ആണ് മൂലത്രികോണാധിപത്യം വരുന്നത്, 6-നാണ്. അപ്പോഴവിടെ കുഴപ്പം ധാരനാശമാണ് പറയുന്നത്. ആള് വ്യാഴമാണ്, ലക്ഷം ദോഷത്തിനെ കനിപ്പിക്കേണ്ട വ്യാഴമാണ്. വ്യാഴത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ അപവാദം പറയുന്നത്. പക്ഷെ അത് അപവാദമല്ല, നല്ല വാദം തന്നെയാണ്. ലഗ്നാധിപതിയോ 9-ാം ഭാവപതിയോ ബലമില്ലാതെ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പം തന്നെ. ഇനി കന്നി ലഗ്നത്തിന് 7-ൽ ബുധൻ നിന്നാലോ? കന്നി ലഗ്നത്തിന് 7-ൽ ബുധൻ നിന്നാൽ മീനരാശി നീചം ലഗ്നാധിപനല്ലേ? കന്നി ലഗ്നാധിപനാര്? കന്നി ലഗ്നത്തിന് ലഗ്നാധിപനാര്? ബുധൻ. അത് മീനത്തിൽ നിന്നാൽ ഭാര്യ ദുഷ്ടാചാരിണി വൈശികി എന്നാണ് പറയുന്നത്. അവിടെയും ബലമില്ലെങ്കിൽ കൂടുന്നു. ഇനി ഇടവ ലഗ്നത്തിന് വൃശ്ചികത്തിൽ ശുക്രൻ നിന്നാൽ ഇടവത്തിലെ കൊണ്ട് വിരൽ വയ്ക്കണം. ഒരു ഗ്രഹനിലയിൽ ഇടവത്തിൽ വിരൽ വയ്ക്കണം. വൃശ്ചികത്തിൽ ശുക്രൻ നിൽക്കുക, ധാരനാശം. അവിടെ ശുക്രൻ ലഗ്നാധിപതിയല്ലേ? ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എളുപ്പത്തിൽ പഠിക്കും. പഠിച്ച് ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ നാനാവശങ്ങൾ നോക്കി പഠിക്കുമ്പോൾ ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ, മാറ്റങ്ങൾ വരും. നമ്മൾ സാധാരണയായിട്ട് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നതിന് വിപരീതമായിട്ടായിരിക്കും ഡിഗ്രി ക്ലാസ്സിൽ പോകുമ്പോൾ പഠിക്കും. ഡീപ്പ് സ്റ്റഡി നടത്തുമ്പോൾ അതിലുള്ള നാനാവശങ്ങൾ നോക്കുമ്പോൾ വ്യക്തമായിട്ട് പഠിക്കുമ്പോൾ ഇതെല്ലാം കറക്റ്റ് അല്ലാതെ പോകും. ഇപ്പൊ മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ചൊവ്വ 6-ാം ഭാവപതിയുമാണ് ലഗ്നാധിപതി. എന്നാൽ നമുക്ക് തർക്കിക്കാൻ കഴിയില്ല. ലഗ്നാധിപതിയുടെ ബലം കിട്ടുമെങ്കിലും 6 അസുഖ സ്ഥാനമാണ്. അസുഖത്തിന്റെ ലക്ഷണം ഉണ്ടാകും. ലഗ്നത്തിൽ അങ്ങനെ 3 പാവന്റെ ബന്ധമുണ്ട്. രാഹുവിന് നമ്മൾ ദൃഷ്ടി പറയുന്നെങ്കിലും രാഹു കേതു നിൽക്കുമ്പോൾ രാഹു അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ സൂര്യനെ പോയിട്ട് ബാക്കി എല്ലാ ഗ്രഹങ്ങളും പാപഗ്രഹങ്ങളിൽ ലഗ്നത്തിൽ ബന്ധം വന്നതുകൊണ്ട് അസുഖത്തിന്റെ ലക്ഷണം ഉണ്ടാകാമെന്നും ശുഷ്കിച്ച ശരീരമായിരിക്കുമെന്നും ഒറ്റ അടിക്ക് പറയാം.
ഇവിടെ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഒരു പോയിന്റ്. അപ്പോഴതായി അടുത്ത പോയിന്റ്. ലഗ്നത്തിന്റെ നവാംശകം എവിടെ വന്നിട്ടുണ്ടോ നോക്കണം. പതുക്കെ നോക്കിയാൽ മതി, വളരെ സ്പീഡൊന്നും വേണ്ട. ലഗ്നത്തിന്റെ നവാംശകം ഇവിടെ ധനു. ധനു. അപ്പോൾ നവാംശ നവാംശകാധിപനാര്? വ്യാഴം. വ്യാഴം. അപ്പോഴേ ലഗ്നത്തിന് തുല്യമായ രീതിയിൽ ലഗ്നം വന്നിട്ട് 2-3 പാപഗ്രഹത്തിന്റെ ബന്ധം, വൃശ്ചികൻ രാശി, ചൊവ്വയുടെ രാശി, അത് ശുഷ്കിച്ച ശരീരമായിരിക്കാനാണ് ചാൻസ് എന്നാണ് കാണുന്നത്. ലഗ്ന നവാംശകം ധനുരാശി, അതിന്റെ അധിപൻ ഗുരു. അപ്പോൾ ഗുരുവിന് ലഗ്ന നവാംശപ തുല്യ തനു. ഇനി അത് എഴുതണ്ടല്ലോ, ഇനി നമ്മൾ ഒരുപാട് പ്രാവശ്യം എഴുതിയതാണ്, ഇനി എപ്പോഴെപ്പോഴും എഴുതണ്ട. ലഗ്ന നവാംശപ തുല്യ തനു. ലഗ്ന നവാംശകാധിപൻ ഗുരു. ഗുരുവിന് തുല്യമായ, വ്യാഴത്തിന് തുല്യമായ ശരീരപ്രകൃതം. വ്യാഴത്തിന്റെ ശരീരപ്രകൃതം എന്താണ്? ആർക്കെങ്കിലും അറിയാമോ? പറയാനറിയാമോ? ബൃഹത്തനു, പിങ്ങളമൂർത്തജേക്ഷണ, ബൃഹസ്പതി, ശ്രേഷ്ഠമതി, കപാത്മക. അതത്രയും അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ. നോട്ട് ചെയ്തോ. കോരയില് 2, 8, 9, 10, 11 ഇത്രയും കാണാതെ പഠിക്കണം. 2, 8, 9, 10, 11 അത്രയും പഠിക്കണം. ഞാൻ ഇതിന് മുൻപുള്ള ക്ലാസ്സിൽ നോട്ട് തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നോട്ട് തരാം. നോട്ട് വേണമെങ്കിൽ പറഞ്ഞു തരാം. ഇത്രയും തീർത്തിട്ടിട്ട് അതൊന്ന് എഴുതി തരാം. നോട്ട് ക്ലിയറാ പറഞ്ഞു തരാം. അതേ പറ്റുള്ളൂ. നിങ്ങളിനിപ്പം പഴയ ബുക്കൊക്കെ നോക്കി റെഫർ ചെയ്യാൻ നടക്കില്ല. നിങ്ങൾ നോക്കൂല. ഇത് തന്നെ തന്നേക്കാം. അപ്പോൾ വ്യാഴത്തിന്റെ രൂപത്തിലും വരാം. ലഗ്ന നവാംശകാധിപൻ വ്യാഴം. വ്യാഴത്തിന് ബൃഹത്തനു, തടിച്ച ശരീരം. പിങ്ങളമൂർത്തജേക്ഷണ, മൂർധാവ്. മൂർധജ ഈക്ഷണ. മോക്ക് കണ്ണുകൾ എങ്ങനെ ഇരിക്കും? പിങ്ങല നിറമുള്ള കണ്ണുകളായിരിക്കും. പിന്നെ ശ്രേഷ്ഠമതി, നല്ല ബുദ്ധി സാമർഥ്യം ഉണ്ടാവും. കപാത്മക എന്ന് വെച്ചാൽ കഫപ്രകൃതവും നല്ല തടിച്ച ശരീരമാണ്. കഫത്തിന് ശരീരപുഷ്ടി എന്നർത്ഥം. അതാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം. കഫപ്രകൃതവും ശരീരപുഷ്ടിയും ഉണ്ടാകും. തടിച്ച ശരീരം, ശരീരപുഷ്ടി, കഫപ്രകൃതം, ബുദ്ധി സാമർഥ്യം, പിന്നെ പിങ്ങല നിറമുള്ള കണ്ണുകൾ. ഇതൊക്കെയാണ് വ്യാഴത്തിൻ്റെ. ഇതാണ് ലഗ്ന നവാംശകാധിപൻ. ഇനി അടുത്ത ആരെ നോക്കണം? ബലമുള്ള ഗ്രഹം. ഈ 2 പേർക്കും, ലഗ്നാധിപനും ലഗ്ന നവാംശകാധിപനും സ്ഥാനം കൊടുത്ത ആളിനെ കൂടി നോക്കണം. ലഗ്നാധിപനും ലഗ്ന നവാംശകാധിപനും നിൽക്കുന്നത് ആരുടെ രാശിയിൽ? ചൊവ്വയുടെ രാശിയിൽ. അത് വീണ്ടും ചൊവ്വയാണ് വരുന്നത്. ചൊവ്വയുടെ. അപ്പോൾ ചൊവ്വയുടെ ഒരു രൂപം ഉണ്ടാകാനാണ് ചാൻസ്. ജാതകത്തിൽ വീര്യമുള്ള ഗ്രഹവും ചൊവ്വയാണ്. ശരിയല്ലേ? ലഗ്നാധിപൻ ചൊവ്വ. ചൊവ്വയ്ക്ക് ലഗ്നത്തിന് ദൃഷ്ടിയുണ്ട്. ലഗ്നാധിപന് സ്ഥാനം കൊടുത്തതും ചൊവ്വ തന്നെ. പിന്നെ വീര്യഗ്രഹവും ചൊവ്വ തന്നെ. അപ്പോൾ ചൊവ്വയ്ക്കാണ് ഒരുപാട് പോയിന്റ് കൂടി വരുന്നത്. ജാതകത്തിൽ ബലമുള്ള ഗ്രഹം ചൊവ്വ. ലഗ്നാധിപൻ ചൊവ്വ. ലഗ്നാധിപന് സ്ഥാനം കൊടുത്ത ആള് ചൊവ്വ. ലഗ്ന നവാംശകാധിപന് സ്ഥാനം കൊടുത്ത ആള് ചൊവ്വ. അപ്പോൾ ചൊവ്വയുടെ രൂപം തന്നെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ശരിയല്ലേ? അതേ മാർഗമുണ്ട്. ഇങ്ങനെ സ്ലോ ആയിട്ട് നോക്കിയാൽ നമുക്ക് എല്ലാത്തിനും മറുപടി കിട്ടും. ഇനി അടുത്ത ഒരു ചോദ്യം ചോദിക്കട്ടെ. ലഗ്നാധിപന് ബലമുണ്ട്.
ലഗ്ന നവാംശകാധിപന് ബലമുണ്ട്. ഇവർക്ക് സ്ഥാനം കൊടുത്ത ആളിനും ബലമുണ്ട്. കേന്ദ്രത്തിൽ ഒരുപാട് ഗ്രഹങ്ങൾ നിൽക്കുകയാണ്. ജാതകത്തിൽ വീര്യമുള്ള ഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. ഇവിടെ വീര്യമുള്ള ഗ്രഹം മറ്റൊരു ഗ്രഹത്തിനും കൂടി വീര്യമുണ്ട്. പറഞ്ഞു നോക്കണം ആരെന്ന്? ബുധൻ. ബുധൻ. അപ്പോൾ ഏതെടുക്കും? ചൊവ്വ എടുക്കുമോ ബുധൻ എടുക്കുമോ? ചൊവ്വ 6 ബുധൻ 8. ചൊവ്വ ലഗ്നാധിപൻ കൂടിയാണ്. അതാണ് പോയിന്റ്. ചൊവ്വ ലഗ്നാധിപനും കൂടിയാണ്. അതുകൊണ്ട് ചൊവ്വ എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ വീര്യഗ്രഹം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വീര്യഗ്രഹങ്ങൾ 2 ഉണ്ടെങ്കിൽ 2ലും കേന്ദ്രത്തിൽ നിൽക്കുന്ന ആളിന് ആദ്യത്തെ പ്രാധാന്യം കൊടുക്കണം. കേന്ദ്രത്തിൽ നിൽക്കുന്ന ആളിന് ആദ്യത്തെ പ്രാധാന്യം കൊടുക്കണം. അടുത്ത ത്രികോണത്തിൽ നിൽക്കുന്ന ആള് ഇതിൽ അതിലും ഒരുപാട് വന്നു കഴിഞ്ഞാൽ മിക്സഡ് ആയിരിക്കും. ഇപ്പോ ഒരു എക്സാമ്പിൾ, ഒന്ന് സൈഡിൽ ഒരു എക്സാമ്പിൾ ഇട്ടുണ്ട്. ഒരു ഗ്രഹനില വരച്ചോളൂ. ധനുവില് ലഗ്നം ഇടുന്നു. മീനത്തില് ഗുരുവും ശുക്രനും ഇടുന്നു. മീനത്തില് ഗുരുവും ശുക്രനും ചുമ്മാ ഒരു പഠിക്കാൻ വേണ്ടിയിട്ട്. മീനത്തില് ഗുരുവും ശുക്രനും. ഇടവത്തില് സൂര്യൻ. മിഥുനത്തില് ബുധൻ. മിഥുനത്തില് ബുധൻ. ഇതിന്റെ പ്രത്യേകത എങ്ങനെയാണ് പറഞ്ഞു നോക്കണം. ലഗ്നത്തിന്റെ നവാംശകം ധനുവിൽ തന്നെ ഇടണം. ലഗ്നത്തിന്റെ നവാംശകം ധനുവിൽ. ശരി, ഇതിന്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞു നോക്കണം. ഇതില് ലഗ്നം ധനു, ലഗ്നാധിപന് ബലമുണ്ടോ? ഉണ്ട്. ലഗ്ന നവാംശകാധിപനാര്? ലഗ്നാധിപൻ തന്നെ. ലഗ്നാധിപൻ തന്നെ. ലഗ്നാധിപനും ലഗ്ന നവാംശകാധിപനും, തെറ്റരുത്, ശ്രദ്ധിച്ചോളണം, അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ലഗ്നാധിപനും ലഗ്ന നവാംശകാധിപനും സ്ഥാനം കൊടുത്ത ആളാര്? ഗുരു. അതും ഗുരു തന്നെ. അപ്പോൾ ഇനി നമ്മൾ നോക്കി, ലഗ്നാധിപൻ വ്യാഴം, ലഗ്ന നവാംശകാധിപൻ വ്യാഴം, ഇവർക്ക് സ്ഥാനം കൊടുത്ത ആള് വ്യാഴം. ഇനി ജാതകത്തിൽ വീര്യമുള്ള ഗ്രഹങ്ങൾ ആരൊക്കെ നോക്കണം? വ്യാഴവും ബുധനും. ശുക്രനില്ലേ? ശുക്രനുണ്ട്. അപ്പോൾ യാതിനെടുക്കും? ഉച്ചത്തിൽ നിൽക്കുന്നത് ശുക്രനാണ്. ബുധനേക്കാൾ ബലമുണ്ട്. ലഗ്നാധിപനായ വ്യാഴത്തിന് ഒരാൾ അങ്ങനെ പറഞ്ഞു. ലഗ്നാധിപനായ വ്യാഴവും ബലമുണ്ട്, ശുക്രനും ബലമുണ്ട്, ബുധൻ ബലമില്ലേ? ബുധനുണ്ട് ബലം. ബുധനിൽ സ്വക്ഷേത്ര ബലം. സ്വക്ഷേത്ര ബലമുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 3 ഗ്രഹങ്ങളൊക്കെ ബലം വന്നു കഴിഞ്ഞാൽ ഇതിൽ കേന്ദ്രത്തിൽ നിൽക്കുന്ന ആളിനെ നോക്കണം. കേന്ദ്രത്തിൽ ആര് നിൽക്കുന്നത് നോക്കണം? വ്യാഴവും ശുക്രനും ബുധനും ഉണ്ട്. 3 പേരും ഉണ്ട്. ഒരു രീതിയിലും രക്ഷയില്ല. 3 പേരും മത്സര രംഗത്ത് ഭയങ്കരമാണ്. 3 പേരും ശുഭന്മാരുമാണ്. അപ്പോൾ ഇവരുടെ സമന്വയിപ്പിച്ച രൂപം വരും. ഇതൊക്കെ പറയാൻ നല്ല പ്രയാസമാണ്. 3ന്റെയും സമന്വയിപ്പിച്ചത് മനസ്സിലാക്കാനാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഇപ്പം തന്നത്. ഇത് നല്ല സ്ട്രോങ് സാധനമായിരിക്കും. ധനുവാണ് ലഗ്നം, അമ്പും വില്ലും തൊടുത്തു വിട്ടവരായിരിക്കും. 4ലാണ് വ്യാഴം നിൽക്കുന്നത്, ഹംസയോഗം. ശുക്രൻ മാളവ്യ യോഗം, ബുധൻ ഭദ്രയോഗം, 3 പഞ്ചമഹാപുരുഷ യോഗം. ബുധന്റെ 10ല് ശുക്രൻ സ്വക്ഷതുങ്ക മൂലത്രികോണക കണ്ടകേഷു യാവന്ത ആസ്ഥിതാക സർവതേ അന്യോന്യകാരക കർമ്മതത്വ തേഷാം വിശേഷതാക. നല്ല സാധനമായിരിക്കും.
എഫിഷ്യൻ്റ് ആയിരിക്കും, ആളൊക്കെ നല്ല മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി, എഫിഷ്യൻ്റ് ആയിരിക്കും. ഇങ്ങനെയൊക്കെ ഒന്ന് ജനിച്ചു കൊടുത്താൽ നന്നായിരിക്കും. ഇത് നമ്മൾ എക്സാമ്പിൾ ഇല്ലാതെ നമ്മൾ എങ്ങനെയെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. എക്സാമ്പിൾ ഇട്ട് കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. അപ്പോൾ നോക്ക്, ഞാൻ ഈ പറഞ്ഞ ഇതവിടെ എങ്ങനെയെന്ന് കിടക്കട്ടെ, അത് രണ്ടാമത് നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ പഠിച്ച 2 പോയിന്റ് എഴുതാം. ലഗ്നം വൃശ്ചികം, ലഗ്നത്തിൽ പാപഗ്രഹങ്ങളായ ശനിയുടെയും കേതുവിന്റെയും സ്ഥിതി. പാപഗ്രഹങ്ങളായ ശനിയുടെയും കേതുവിന്റെയും സ്ഥിതി. ലഗ്നാധിപനായ ചൊവ്വ ബലവാനും ലഗ്നത്തിൽ ദൃഷ്ടിയുമുണ്ട്. ലഗ്നാധിപനായ ചൊവ്വ ബലവാനും ലഗ്നത്തിൽ ദൃഷ്ടിയുമുണ്ട്. ചൊവ്വ ലഗ്നാധിപനോടൊപ്പം 6-ാം ഭാവപതിയുമാണ്. ലഗ്നാധിപനോടൊപ്പം 6-ാം ഭാവപതിയുമാണ്. അങ്ങനെ 3 പാപഗ്രഹങ്ങളുടെ യോഗ ദൃഷ്ടികൾ ലഗ്നത്തിനുണ്ട്. 3 പാപഗ്രഹങ്ങളുടെ യോഗ ദൃഷ്ടികൾ ലഗ്നത്തിനുണ്ട്. ഇത് ശരീര വടിവിനെയും ശരീര ഭംഗിയെയും നശിപ്പിക്കും. ശരീര വടിവിനെയും ശരീര ഭംഗിയെയും നശിപ്പിക്കും. ലഗ്നാധിപൻ നിൽക്കുന്നത് 6-ാം ഭാവമായ രോഗഭാവത്തിലാണ്. ലഗ്നാധിപൻ നിൽക്കുന്നത് 6-ാം ഭാവമായ ലഗ്നാധിപൻ നിൽക്കുന്നത് രോഗഭാവമായ 6-ാം ഭാവത്തിലാണ്. എന്നാൽ ആ ചൊവ്വയ്ക്ക് വ്യാഴത്തിൻ്റെ യോഗമുള്ളത് കൊണ്ട് രോഗം വന്നാലും ശമിച്ചു പോകും. രോഗം വന്നാലും ശമിച്ചു പോകും. ഇപ്പൊ എഴുതിയത് മനസ്സിലായോ?
ചൊവ്വ രോഗഭാവത്തിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ലഗ്നത്തില് പാപഗ്രഹം നിൽക്കുന്നതാണ് ഏറ്റവും കുഴപ്പം. ലഗ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം. ലഗ്നം കൊണ്ട് ശരീരപുഷ്ടി, രോഗം, ആരോഗ്യമൊക്കെ പറയാമെന്ന് നമ്മൾ പഠിച്ചു. ആരോഗ്യം ലഗ്നത്തിനെ കൊണ്ട് പറയാം. 6-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പം അസുഖം ഉണ്ടാവാൻ ചാൻസ്. പക്ഷെ അത് ബലമുള്ളത് കൊണ്ടും ആ ചൊവ്വ ബലവാനാണ് ഉള്ളത് കൊണ്ടും വ്യാഴത്തിന്റെ യോഗം ഉള്ളത് കൊണ്ടും രോഗം വന്നാലും അതൊക്കെ ശമിച്ചു പോകുന്നേ ഉള്ളൂ. രോഗം വരില്ല എന്ന് പറയാൻ പറ്റില്ല. വന്നാലും അതിനെ ശമിപ്പിച്ച് കളയും വ്യാഴം. അടുത്ത പാരാഗ്രാഫ്. ലഗ്ന നവാംശകം ധനു. ലഗ്ന നവാംശകം ധനു. നവാംശകാധിപൻ ഗുരു. ഗുരു തന്റെ ബന്ധുക്ഷേത്രം 6-ൽ നിൽക്കുന്നു. ഗുരു തന്റെ ബന്ധുക്ഷേത്രം 6-ൽ നിൽക്കുന്നു. തന്റെ ലഗ്നാധിപൻ തന്റെ ലഗ്ന നവാംശകാധിപൻ വ്യാഴം തന്റെ ബന്ധുക്ഷേത്രമായ 6-ൽ നിൽക്കുന്നു. അടുത്ത ലൈനിൽ ലഗ്നാധിപനും ലഗ്ന നവാംശകാധിപനും ലഗ്ന നവാംശകാധിപനും നിൽക്കുന്നത് ചൊവ്വ ക്ഷേത്രത്തിലാണ്. അങ്ങനെ അടുത്ത പാരഗ്രാഫ്. ലഗ്നാധിപൻ ചൊവ്വയ്ക്ക് ലഗ്നത്തിൽ ദൃഷ്ടി. ലഗ്നാധിപനും ലഗ്ന നവാംശകാധിപനും സ്ഥാനം കൊടുത്തത് ചൊവ്വ. ലഗ്നാധിപനും ലഗ്ന നവാംശകാധിപനും സ്ഥാനം കൊടുത്തത് ചൊവ്വ. ജാതകത്തിൽ ഏറ്റവും ബലമുള്ള ഗ്രഹവും ചൊവ്വ. അതുകൊണ്ട് ചൊവ്വയുടെ രൂപമായിരിക്കും ജാതകന്. ക്രൂരദൃക്, തരുണമൂർത്തി, ഉദാര, സുചപല, കൃശമധ്യാഹ,
അതായത് തഴച്ചു കൊഴുത്ത പ്രായം തോന്നിക്കാത്ത ശരീരവും തഴച്ചു കൊഴുത്ത പ്രായം തോന്നിക്കാത്ത ശരീരവും പ്രായം തോന്നിക്കാത്ത ശരീരവും ഒതുങ്ങിയ അരക്കെട്ടും മീഡിയം ഹൈറ്റും ഒതുങ്ങിയ അരക്കെട്ടും മീഡിയം പൊക്കവും ഇളം കറുപ്പ് നിറവുമാണ് ചൊവ്വയുടേത്. ഇളം കറുപ്പ് നിറവുമാണ് ചൊവ്വയുടേത്. അടുത്ത പാരാഗ്രാഫിൽ എഴുതിക്കുന്നത് ഇനി പറയുന്നത് പൊതുവായ കുറെ കാര്യങ്ങൾ എങ്ങനെയാണ് ആളിന്റെ സൈസ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഈ നോട്ട് ഇതാണ് അതിന്റെ തിയറി. ഇനി പറയാൻ പോകുന്നത് തിയറി. വളരെ ശ്രദ്ധിച്ചെഴുതിക്കൊള്ളണം. ലഗ്നം ഏത് രാശി എന്ന് നോക്കുക. ലഗ്നം ഏത് രാശി എന്ന് നോക്കണം. അടുത്ത ലൈനില് ലഗ്നാധിപൻ ബലവാനാണോ എന്ന് നോക്കണം. ലഗ്നാധിപൻ ബലവാനാണോ എന്ന് നോക്കണം. അടുത്ത ലൈനിൽ ലഗ്ന നവാംശകാധിപൻ ബലവാനാണോ എന്ന് നോക്കണം. ഇവർക്കൊക്കെ ബലമുണ്ടെങ്കിൽ ഇവർക്കൊക്കെയും ബലമുണ്ടെങ്കിൽ ബലമുള്ള ഗ്രഹത്തിന് പറഞ്ഞ രൂപമുണ്ടാകും. ബലമുള്ള ഗ്രഹത്തിന് പറഞ്ഞ രൂപമുണ്ടാകും. അടുത്ത ലൈനിൽ ഇവർക്ക് ബലമില്ലെങ്കിൽ ഇവർക്ക് ബലമില്ലെങ്കിൽ ലഗ്നാധിപനും ലഗ്ന നവാംശകാധിപനും നിൽക്കുന്ന രാശി അധിപന്റെ രൂപമായിരിക്കും. ലഗ്നാധിപനും ലഗ്ന നവാംശകാധിപനും നിൽക്കുന്ന രാശി അധിപന്റെ രൂപമായിരിക്കും. അടുത്ത ലൈനിൽ അതിനും ബലമില്ലെങ്കിൽ ജാതകത്തിൽ ബലമുള്ള ഗ്രഹത്തിന് പറഞ്ഞ രൂപമായിരിക്കും. ജാതകത്തിൽ ബലമുള്ള ഗ്രഹത്തിന് പറഞ്ഞ രൂപമായിരിക്കും.
അടുത്ത ലൈനിൽ ബലമുള്ള ഗ്രഹം ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അവരിൽ കേന്ദ്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് പ്രാധാന്യം കൊടുക്കണം. കേന്ദ്രത്തിൽ ഒന്നിൽ കൂടുതൽ ഗ്രഹമുണ്ടെങ്കിൽ അവരിൽ ബലവാന്മാരെ നോക്കണം. കേന്ദ്രത്തിലും ഒന്നിൽ കൂടുതൽ ഗ്രഹമുണ്ടെങ്കിൽ കേന്ദ്രത്തിലും ബലവാനായ ഗ്രഹം ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അവരുടെയൊക്കെ സമന്വയിപ്പിച്ച രൂപം ജാതകനുണ്ടായിരിക്കും. ജാതകന് ഉണ്ടാകും. ഇനി അടുത്ത, അപ്പൊ ഇത്രയും തിയറിയാണ് ഇപ്പൊ എഴുതിയ അത്രയും തിയറി. ആ ഒരു പാരാഗ്രാഫ് കംപ്ലീറ്റ് കാണാതെ പഠിക്കണം. അതിന് 4-5 പ്രാവശ്യം മനസ്സ് വച്ച് വായിക്കണം. വേറെ ഒരു ശ്ലോകവും വേണ്ട, ഒന്നും വേണ്ട. ജാതകം നോക്കാൻ വേറെ ഒന്നും വേണ്ട, കറക്റ്റ് ആയിരിക്കും. ഇങ്ങനെ നോക്കിയിട്ട് സംശയം വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ അങ്ങ് എഴുതിക്കൊണ്ട്, ജാതകമൊക്കെ എഴുതുമ്പോൾ വളരെ അത്യാവശ്യമാണ്, കൃത്യമായിരിക്കും. സംശയം വന്നാൽ സമന്വയിപ്പിച്ച രൂപം. ഞാനൊരു എക്സാമ്പിൾ, രണ്ടാമതൊരു എക്സാമ്പിൾ എന്നത് ബുധന്റെയും ശുക്രന്റെയും വ്യാഴത്തിന്റെ ഒക്കെ രൂപം ഉണ്ടാവാൻ ചാൻസ് വരും. ഇനി ദശ, ഏത് ദശയിലാണ് ജനിച്ചത്? ഏത് ദശയിൽ ജനനം? ആരും ഇല്ലേ ഗ്രൂപ്പിൽ? ആരും ഇല്ലേ? ശുക്രൻ എത്ര വർഷം? 17.25 വർഷം. ഒരു 18 എന്ന് കണക്കാക്കുക. ശരാശരി 18 വർഷം വരെ ശുക്രൻ. അത് കഴിഞ്ഞാല് ആദിത്യൻ 18 6 24. പിന്നെ ആര്? പിന്നെ 10 ചന്ദ്രന് 34 വരെ ചന്ദ്രൻ. അത് കഴിഞ്ഞാല് 34 ചൊവ്വ 7 വർഷം ചൊവ്വ. 34 വയസ്സ് കഴിയുമ്പോഴാണ് ചൊവ്വ. ഇയാൾക്ക് ചൊവ്വയില് ശനിയുടെ അപകാരം. ചൊവ്വയില് ചൊവ്വയില് രാഹു, ചൊവ്വയില് വ്യാഴം, ചൊവ്വയില് ശനി. അപ്പോൾ ഒരു 2-2.5 വർഷം, 36 വയസ്സൊക്കെ വരും. ഉദാഹരണം, ഒരു ഉദ്ദേശം. 36 വയസ്സായപ്പോൾ ഈ ശനി നിൽക്കുന്നത് എവിടെയാണ്? കാലപുരുഷന്റെ ഏത് അവയവത്തിലാണ് നിൽക്കുന്നത്? ശനി നിൽക്കുന്നത് കാലപുരുഷന്റെ ഏത് അവയവത്തിൽ? ലഗ്നത്തിലാണ്. കാലപുരുഷന്റെ ഏത് അവയവത്തിൽ? ശിരസില്.
മേടമാണ് കാലപുരുഷന്റെ തല. ഇതിപ്പോ 8 ആയി. 8. അപ്പം വൃശ്ചികം സീക്രട്ട് പാർട്സ്, ഗുഹ്യഭാഗം. ആ. മേടം തല, തല, ഇടവം മുഖം, മുഖം, മിഥുനം ശിരസ്, 4 കർക്കിടകം ഹൃദയം, ഹൃദയം, ചിങ്ങം വയറ്, അടിവയറ്, ഇടുപ്പ്. ഇടുപ്പ്, ഇടുപ്പിന് താഴോട്ടുള്ള ഭാഗം, ഗുഹ്യഭാഗമൊക്കെ കംപ്ലീറ്റ്. ഇടുപ്പിന് താഴോട്ടുള്ള ഭാഗം ഇതൊക്കെ തളർന്നുപോയി, തളർന്ന് കിടപ്പിലായിപ്പോയി. ചൊവ്വയിലെ ശനിയുടെ അപകാരകാലത്ത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ചൊവ്വയ്ക്ക് സഹിച്ചുകൂടെ എന്ന്. ഇവിടെ കുഴപ്പം ചെയ്യുന്ന ഗ്രഹം ശനിയാണ്. നിൽക്കുന്ന ലഗ്നത്തില്, ലഗ്നമാണ് കോമൺ ഭാവം. ചൊവ്വ ദശയിൽ ശനി അപകാരം. ശനി ലഗ്നത്തിൽ നിൽക്കുന്നത് നല്ലതല്ല. അവിടെ കേതു എപ്പോഴും ഓർമ്മിക്കേണ്ടത്, ഒരു പാപൻ ഒറ്റയ്ക്ക് വലിയ ദോഷം ചെയ്യില്ല, ഒന്നുകൂടി ആകുമ്പോഴേ ദോഷം കൂടുള്ളൂ. ഒന്നുകൂടി ആകുമ്പോൾ ദോഷം കൂടും. ചൊവ്വ ദശ, ചൊവ്വ 6-ലേക്ക് നിൽക്കുന്ന രോഗഭാവത്തിൽ. ആ ചൊവ്വ ദശയിൽ ശനി അപകാരം വന്നപ്പോൾ ഇടുപ്പിന് താഴോട്ടുള്ള ഭാഗം തളർന്ന് കിടപ്പിലായി. ശനി നിൽക്കുന്നത് ഗുഹ്യഭാഗത്താണ്. കാലപുരുഷന്റെ വൃശ്ചികമാകുമ്പോൾ ഗുഹ്യഭാഗം കിടപ്പിലായി. ഇനി ചന്ദ്രൻ എവിടെ അംശിച്ചിരിക്കുന്നത്? ചന്ദ്രൻ എവിടെയാണ് അംശകം വന്നിട്ടുള്ളത്? ചിങ്ങത്തിൽ. ചന്ദ്രസമേത നവാംശപ വർണ്ണ. ചന്ദ്രന്റെ അംശകാധിപന് തുല്യമായ നിറമുണ്ടാവും. ചന്ദ്രന്റെ അംശകാധിപൻ ആര്? ചന്ദ്രന്റെ അംശകാധിപൻ ആര്? സൂര്യൻ. സൂര്യന്റെ നിറമുണ്ടാവും. സൂര്യന്റെ നിറം എന്താണ്? കറുപ്പും നീലികളും. കറുപ്പല്ല, വെളുത്ത് ചുവന്ന നിറം. വെളുത്ത് ചുവന്ന നിറം. നമ്മൾ വെളുപ്പെന്ന് പറഞ്ഞിരുന്നാലും സാധാരണ ചിലത് നല്ല വെള്ള നിറമായിരിക്കും, ചിലര് വെളുത്ത് ചുവന്ന നിറമായിരിക്കും. വെളുത്ത് ചുവന്ന നിറം സൂര്യന്റെ നിറമാണ്. വെളുത്ത് ചുവന്ന നിറമാണ്. സമേത നവാംശപ വർണ്ണ. ചന്ദ്രന്റെ നവാംശകാധിപന് തുല്യമായ വർണ്ണം, നിറമുണ്ടാകും. ചന്ദ്രന്റെ അംശകം ചിങ്ങം രാശി. അംശകാധിപൻ സൂര്യൻ. സൂര്യന്റെ നിറം എന്താണ്? വെളുത്ത് ചുവന്ന നിറമാണ്. അതായത് നമ്മൾ പറയുമ്പോൾ നല്ല തിളക്കമാർന്ന ശരീരമായിരിക്കും. സൂര്യന് മധു, പിങ്ങളതിർ, ചതുരസതനു, പിത്തപ്രകൃതിയാണ്. പിത്തപ്രകൃതി ആകുമ്പോൾ തിളക്കമുള്ള ശരീരം, വെളുത്ത് ചുവന്ന് തിളക്കമുള്ള ശരീരമായിരിക്കും. ചന്ദ്രസമേത നവാംശപ വർണ്ണ. അപ്പോൾ ശനി ചൊവ്വ 6-ല് ചൊവ്വ ദശയിൽ ശനി അപകാരകാലത്ത് ഇടുപ്പിന് താഴോട്ടുള്ള ഭാഗം തളർന്ന് കിടപ്പിലായി. ശനി നിൽക്കുന്നത് വൃശ്ചികൻ രാശിയിൽ. വൃശ്ചികം എന്നത് ഗുഹ്യഭാഗത്തെ സൂചിപ്പിക്കുന്നു. ചൊവ്വ നിൽക്കുന്നത് 6-ൽ രോഗഭാവത്തിൽ. അപ്പോൾ രോഗമുണ്ടായി. ചന്ദ്രന്റെ നവാംശകം ചിങ്ങം. ചന്ദ്രന്റെ നവാംശകാധിപൻ സൂര്യൻ. സൂര്യന് തുല്യമായ നിറം ഇദ്ദേഹത്തിനുണ്ടാകും. വെളുത്ത് ചുവന്ന തിളക്കമാർന്ന ശരീരം. അത്ര തന്നെ, ഇത്ര എഴുതിക്കൊള്ളു. ചൊവ്വ ദശയിൽ ശനി അപകാരകാലത്ത് ഇദ്ദേഹത്തിന് രോഗമുണ്ടായി.
ഇദ്ദേഹത്തിന് രോഗമുണ്ടായി. വൃശ്ചികത്തിലാണ് ശനി നിൽക്കുന്നത്. വൃശ്ചികത്തിലാണ് ശനി നിൽക്കുന്നത്. വൃശ്ചികം ഗുഹ്യഭാഗത്തെ സൂചിപ്പിക്കുന്നു. വൃശ്ചികം ഗുഹ്യഭാഗത്തെ സൂചിപ്പിക്കുന്നു. ചൊവ്വ രോഗഭാവമായ 6 നിൽക്കുന്നു. ചൊവ്വ രോഗഭാവമായ 6 നിൽക്കുന്നു. ശനി വാദപ്രകൃതമുള്ള ഗ്രഹമാണ്. ചലനത്തിനെ ബാധിക്കും. ശരീരത്തിന്റെ ചലന സ്വാതന്ത്ര്യത്തെ ബാധിക്കും. ശനി വാദപ്രകൃതമുള്ള ഗ്രഹമാണ്. ശരീരത്തിന്റെ ചലന സ്വാതന്ത്ര്യത്തെ ബാധിക്കും. അടുത്ത ലൈനില് ചന്ദ്രസമേത നവാംശപവർണ. ചന്ദ്രസമേത നവാംശപവർണ. ചന്ദ്രസമേത നവാംശപവർണ. ചന്ദ്രന്റെ അംശകം ചിങ്ങം രാശി. ചന്ദ്രന്റെ അംശകം ചിങ്ങം രാശി. നവാംശകാധിപൻ സൂര്യൻ. നവാംശകാധിപൻ സൂര്യൻ. സൂര്യന് പറഞ്ഞിട്ടുള്ള രൂപം, സൂര്യന് പറഞ്ഞിട്ടുള്ള നിറം ജാതകനുണ്ടാകും. സൂര്യന്റെ നിറം ചുവപ്പ് കലർന്ന വെള്ള നിറവും തിളക്കമാർന്നതുമാണ്. ചുവപ്പ് കലർന്ന വെള്ള നിറവും തിളക്കമാർന്നതുമാണ്. ഈ നിറം ജാതകനുണ്ടാകും.
അതുപോലെ ഒരു കാര്യം പറയേണ്ടത്, തരുന്ന നോട്ട് അത്രയും ഒറ്റ ബുക്കിലുണ്ടാവണം. ഇത് നോക്കിയാലേ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഉപകാരമായിരിക്കും. പിന്നെ ഒന്ന് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുമ്പോൾ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുതരുത്. നോട്ട് തരുമ്പോൾ എഴുതിയാൽ മതി. കാരണം ചില പോയിന്റുകൾ നോട്ട് എഴുതുമ്പോൾ കൂടുതലായിട്ട് വരും. പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുതി കഴിഞ്ഞാൽ ശ്രദ്ധ കിട്ടൂല, നിങ്ങൾക്ക് മനസ്സിലാവില്ല പഠിപ്പിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമില്ല. അപ്പോൾ ശ്രദ്ധിച്ച് ഇരിക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്നത്തേക്ക് മതി. ഇതൊരു നല്ല കേസാണ്. ഇതിന്റെ നോട്ടൊക്കെ ഒന്ന് കംപ്ലീറ്റ് വീട്ടിൽ ഇരുന്ന് വായിക്കണം. ശരി, മതിയല്ലോ. ഇനി അടുത്തത് എടുത്താൽ തീരൂല. 2-3 മിനിറ്റേ ഉള്ളൂ. എടുത്താൽ തീരൂല. ഹലോ. Okay, sir. താങ്ക് യു സർ. ശരി, താങ്ക് യു. ഗുഡ് നൈറ്റ്. Thank you, sir. താങ്ക് യു. Thank you, sir.